ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറച്ച് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ബേസിക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം, അതിനെ റെൻഡർ ചെയ്യും എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജിയോമെട്രി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ജിയോമെട്രി. ഞാൻ സ്വല്പം അങ്ങോട്ട് മുകളിലേക്ക് വയ്ക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും എന്ത് ചെയ്യണം, ജിയോമെട്രിയിൽ വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ. ജിയോമെട്രി ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ഞാനൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു. സ്പിയർ എന്താണ്? സ്പിയർ പോളിഗൺ ആണ്. സോ ഈ ഒരു സ്പിയറിനെ പോളിഗൺ മെഷിനെ ഞാൻ പോളിഗണിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പം നോക്കിയേ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോബ്ലം ഉണ്ടല്ലേ, കണ്ടോ? അതിൻ്റെ അകത്ത് എന്താണ്, അതിൻ്റെ ഒരു ട്രയാങ്കിൾസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് കാണാൻ പറ്റുന്നത്. മീൻസ് എന്താണ്, അതിൻ്റെ മെഷേഴ്സ് ട്രയാങ്കിൾസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഒരു 8 ആക്കാം. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഡെപ്തിൽ നമുക്ക് ആ ഒരു സ്പിയർ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് അതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്പിയർ അങ്ങനെ ഇരുന്നോട്ടെ. അതിനുശേഷം നമുക്കൊരു സ്കാറ്റർ ഇവിടെ ആഡ് ചെയ്യാം. സ്കാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചിതറുന്ന രീതിയിലേക്ക് ആ ഒരു ഒബ്ജക്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് കോപ്പി ടു പോയിന്റ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, കോപ്പി ടു പോയിന്റ്സ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു സ്പിയർ ഇതിലും അടുത്ത പുതിയതായിട്ട് ഞാനൊരു സ്പിയർ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ സ്പിയറിനും ഇതേ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കണം. പ്രോപ്പർട്ടി മീൻസ് എന്താണ്, പ്രിമിറ്റീവ് ടൈപ്സ് പോളിഗൺ തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് കോപ്പി ടു പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പിയർ 2ൻ്റെ യൂണിഫോം സ്കെയിൽ നമുക്ക് സ്വല്പം കുറയ്ക്കാം. 0.2 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂണിഫോം സ്കെയിൽ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സും ഫ്രീക്വൻസിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സാധിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് സ്പിയറിൻ്റെ അകത്ത് അതിൻ്റെ യൂണിഫോം സ്കെയിൽ 0.2 കൊടുക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇപ്പോഴും എന്താണ്, നമുക്ക് ആ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ സ്കാറ്റർ ചെയ്ത ആ ഒരു രീതിയിൽ നമുക്ക് ആട്രിബ്യൂട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്പിയറിൻ്റെ ഫ്രീക്വൻസി ഇതും ഈ സ്പിയറിൻ്റെ ഫ്രീക്വൻസി ഇതും, അതേപോലെ തന്നെ യൂണിഫോം സ്കെയിൽ, ഒന്നിൻ്റെ യൂണിഫോം സ്കെയിൽ നമുക്ക് എത്രത്തോളം ഇൻക്രീസ് ചെയ്യണം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം സ്കാറ്ററിൻ്റെ വാല്യൂവിൻ്റെ അകത്ത് ഫോഴ്സ് ടോട്ടൽ കൗണ്ട് 1000 ആണ് കിടക്കുന്നത്. അതിനെ നമുക്കൊരു 70 ആക്കി നോക്കാം. അതിനുശേഷം നമുക്ക് സ്പിയർ എടുക്കാം. ഈ ഒരു സ്പിയറിൻ്റെ വാല്യൂ യൂണിഫോം സ്കെയിൽ നമ്മൾ കൂട്ടിയാലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു രീതിയിലുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ഒരു സ്പിയറിനെ എന്താക്കി, സ്പിയറിനെ നമ്മൾ സ്കാറ്ററൈസ് ചെയ്ത രൂപത്തിൽ ആക്കിയെടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്കാറ്ററൈസ് ചെയ്ത് ഇതിൻ്റെ യൂണിഫോം സ്കെയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് 1 ആക്കാം. എന്നിട്ട് സ്പിയർ 2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്കാം. അല്ലെങ്കിൽ ഇത് 1 ആക്കാം. അതിനുശേഷം ഇതിൻ്റെ വാല്യൂ നമുക്കൊന്ന് ട്വീക്ക് ചെയ്യാൻ നോക്കാം. ഈ സ്പിയറിൻ്റെ വാല്യൂ കോപ്പി ടു പോയിന്റ്സിൽ വന്നിട്ട് യൂണിഫോം സ്കെയിൽ 0.1 ആക്കി കഴിഞ്ഞാൽ നോക്കിയാൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സ്പിയർ ആണ് നമ്മൾ യൂണിഫോം സ്കെയിൽ ആഡ് ചെയ്തത്. കാരണം അതിൻ്റെ അകത്ത് വലിയ ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല. പക്ഷേ സ്പിയർ 2 ആണ് നമ്മുടെ മെയിൻ സംഭവം. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. സോ ഇതിൻ്റെ യൂണിഫോം സ്കെയിൽ നമുക്ക് ആക്ച്വലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ സ്പിയറിൽ സെലക്ട് ചെയ്യുക. നമ്മുടെ യൂണിഫോം സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടോ, യൂണിഫോം സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഈ സ്പിയറിൻ്റെ യൂണിഫോം സ്കെയിൽ കുറച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ കുറയത്തുള്ളൂ. സോ നമ്മൾ സ്പിയർ 2 എടുത്തു, അതിൻ്റെ യൂണിഫോം സ്കെയിൽ നമ്മൾ നല്ലോണം ട്വീക്ക് ചെയ്തു. കോപ്പി ടു പോയിന്റ് 1ൽ വന്നിട്ട് യൂണിഫോം സ്കെയിലിൻ്റെ വാല്യൂ നമ്മൾ ട്വീക്ക് ചെയ്ത് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISO എന്നടിക്കുമ്പോൾ ISO ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പിയറിനെ ഇതിലോട്ട് ഡ്രാഗ് ചെയ്യാം. റിക്വയർഡ് സോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വട്ടം ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ്, അതൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ഫോഗ് വോളിയമാണ് ഔട്ട്പുട്ട് ടൈപ്പ്. കണ്ടോ, ISO സർഫസ് ആക്കാം, ഫോഗ് ആക്കാം, SD വോളിയം ആക്കാം, അതുപോലെ തന്നെ നമുക്ക് ടെറാമെഷ് ആക്കാം. പല രീതിയിലുള്ള ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നമുക്ക് ഫോഗ് ആക്കാം. ഫോഗിൻ്റെ മാക്സിമം ഡിവിഷൻസ് 10 ആണ്. അപ്പം നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫോഗ് ആയിട്ടായിരിക്കും എന്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ മീൻസ് ഈ ഫോഗിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന
ആ ഒരു റേഡിയസിൻ്റെ അകത്തായിരിക്കും ഇത് നിൽക്കുന്നത്. ഓണാക്കി കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റേഡിയസിലായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ടും നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഞാൻ ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് അതിനൊന്ന് ഇവിടെ കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ കണക്ട് ചെയ്തു, സ്കാറ്ററിൽ വന്നു, തിരിച്ചു വന്നു, ഇതിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്കാറ്ററിൻ്റെ അകത്ത് വാല്യൂസും കാര്യങ്ങളും നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് നമുക്ക് ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് നിന്നായിരിക്കും അത് ഇൻക്രീസോ ഡിക്രീസോ ആവുന്നത്. അപ്പം ഇതാണ് നമ്മൾ കോപ്പി ടു പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തായിരിക്കും നമ്മളെ ഔട്ട്പുട്ട് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ മതി. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ നമുക്ക് അല്ലെങ്കിൽ ഒരു കളർ നമുക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആട്രിബ്യൂട്ടിൻ്റെ അത് പോയി കഴിഞ്ഞാൽ ആട്രിബ്യൂട്ടിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ആട്രിബ്യൂട്ട് റാൻഡമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് സ്കാറ്റർ കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ വാല്യൂ മീൻസ് ആട്രിബ്യൂട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ച്വലി ആട്രിബ്യൂട്ടിൻ്റെ എന്താണ് കളർ എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് CD എന്നാണ് കാണിക്കുന്നത്. അപ്പം ഇത് കളറിൻ്റെ റിലേഷൻ വെച്ചാണ് ഈ ഒരു ആട്രിബ്യൂട്ട് ഇപ്പം അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതിൻ്റെ സ്കെയിലിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ P സ്കെയിൽ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ P സ്കെയിൽ എന്ന് അടിച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഇത് സ്കെയിൽ വാല്യൂവിലാണ് ഇപ്പോൾ ഇത് അഡ്ജസ്റ്റ് ആവും. നോക്കിക്കഴിഞ്ഞാൽ സ്കെയിൽ വാല്യൂവിൽ അഡ്ജസ്റ്റ് ആവും. സ്വല്പം നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1.1 ദെൻ 0.2 കണ്ടോ. ഇപ്പോൾ എല്ലാം എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് അതിൻ്റെ ആ ഒരു വാല്യൂ നമുക്ക് എന്താണ് കറക്റ്റ് ഓർഡറിലല്ലാതെ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടുള്ള ആ ഒരു യൂണിഫോം അല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കളർ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഒരു ആട്രിബ്യൂട്ടും കൂടെ ആഡ് ചെയ്യുക. ആട്രിബ്യൂട്ട് വീണ്ടും ഒന്നും കൂടെ റാൻഡമൈസ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് കളർ വന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് CD തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കളർ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു സ്പിയറിൻ്റെ അകത്താണ് മെയിൻ ആട്രിബ്യൂട്ട്സ് ഉള്ളത്. അതിനെ ജസ്റ്റ് ഓഫ്സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സ്കാറ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആട്രിബ്യൂട്ട് നമ്മൾ എന്താണ് റാൻഡമൈസ് ചെയ്തു. കോപ്പി പോയിൻറ്റ്സിൽ ഇട്ട് കഴിയുമ്പോൾ റാൻഡമൈസ് ആയിട്ടുണ്ട്. അതിനുശേഷം ആട്രിബ്യൂട്ടിൻ്റെ റാൻഡമൈസിൽ കളർ കൊടുത്തു, തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിനെ ക്ലിക്ക് ചെയ്ത് മാറ്റാം. ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്പിയർ മാത്രം ഒരു വയർ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിന് ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് എടുക്കാം. ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ബ്രൗസേഴ്സ് മുകളിലുണ്ട്. ഓക്കെ, ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം, ഈ ട്രീ വ്യൂവും ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് Ctrl+T അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു എന്താ പറയുക ഒരു ടാബ് കൂടെ നമുക്ക് അവൈലബിൾ ആവും. ഒന്നും കൂടെ Ctrl+T അടിച്ചാൽ ഒരു ടാബും കൂടെ അവൈലബിൾ ആവും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജോമെട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഉള്ളത്. കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോമെട്രി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങാം. മീൻസ് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. ഓക്കെ,